ആ പടച്ചിട്ടയിട്ടു ഇസാമ അരങ്ങത്തിറങ്ങി. പിന്നെ എല്ലാ ചാത്തനെയും ആട്ടി ഓടിച്ച് നമ്മുടെ ഇസാമ ഒരു ചിരി പാസാക്കി. നമ്മുടെ മാജിക് കോമ്പ് കൊണ്ട് വളഞ്ഞ മുട്ടിയെല്ലാം നേരെയാക്കി. സകല ദൈവങ്ങളെ മനസ്സ് വിചാരിച്ചുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി. കുട്ടിക്ക് അതത്ര ഇഷ്ടായില്ല. ഓട്ടോമൻ ഭരണകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്രിക ഉപയോഗിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇതിലും കൂടുതലൊന്നും വരാനില്ല എന്ന് ഓർത്തുകൊണ്ടാവാം ഇസാമ കണ്ണടച്ചു പ്രാർത്ഥിച്ചു. അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ അന്ന് എനിക്ക് അവസരമുണ്ടായി. എങ്ങും കാണാത്ത അഭിനയ ചാതുര്യം. കോക്കറികൾ വകവയ്ക്കാതെ എന്റെ കത്രിക തലങ്ങനും വിലങ്ങനും പോയിക്കൊണ്ടേയിരുന്നു. ഇത് ഒരു നടക്ക് തീരില്ല എന്ന് ഓർത്തുകൊണ്ടാവാം ഇസാമ ധ്യാനത്തിലായിരുന്നു. ധ്യാനത്തിനിടയിലും എന്തോ ഓർത്ത് ഇസാമ കോഷ്ടികൾ കാണിക്കുന്നുണ്ടായിരുന്നു. വളഞ്ഞും തിരിഞ്ഞുമുള്ള എന്റെ ബാഹുബലി പ്രകടനം. വെട്ടി കത്രിക മെലിഞ്ഞു. ഇക്കണക്കിന് പോയാൽ മുടി വെട്ടിത്തീരുന്നതിന് മുമ്പ് കത്രിക തീരും. മേക്കപ്പ് കൂടിയോ ചേട്ടാ? ഗായ്സ്, ഇങ്ങേ സൈഡിലെത്തി ഗായ്സ്. കണ്ണത്ത ദൂരത്ത് നിൽക്കുന്ന മുടിനിരകൾ. ഇസാമ ആദ്യമായി നെല്ലിപ്പലക കണ്ട നിമിഷങ്ങൾ. കഥ ഇവിടെ തീരുകയാണ് ഗായ്സ്, കഥ ഇവിടെ തീരുകയാണ്. ഇത് ഒരു കൊച്ചിന്റെ രോധനം. ക്യാമറമാൻ അമ്മച്ചിക്കൊപ്പം അപ്പച്ചൻ ബാത്ത് ടബിൽ നിന്നും